ഇവിടെ ക്ലാഷ് വന്ന് കിടക്കുന്നുണ്ടോ? കോളത്തിൻ്റെ ഫ്ലാഞ്ചിലോട്ട് വന്ന് ബ്രേസ് കയറിയിട്ടുണ്ട്. ഓൾറെഡി ഒരു കട്ടിങ് വന്ന് കിടപ്പുണ്ട്. നമ്മൾ കണക്ഷനിൽ തന്നെ ഡിഫോൾട്ട് ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. എന്നിട്ടും ക്ലാഷ് ഉണ്ട്. അപ്പോൾ ആ ക്ലാഷ് മാറ്റണം. അതേപോലെ ഒരു കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഗസറ്റും ബ്രേസും തമ്മിൽ കട്ട് ചെയ്തേക്കുന്ന കണ്ടില്ലേ, ഫ്ലഷ് ചെയ്ത് വെച്ചേക്കെന്ന് പറയാം, അതായത് മുട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് അപ്പോൾ എങ്ങനെയായിരുന്നു? ഈ ഗസറ്റ് ഇതുണ്ട് ഇങ്ങനെ മുട്ടിയിരിക്കുന്നത്, ഇതുണ്ട് ഇവിടെ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഗസറ്റ് ഓൾറെഡി കോളത്തിനൊപ്പം വെൽഡ് ചെയ്താണ് വരുന്നത്. ഈ ഗസറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുകയോ കുറയോ ചെയ്താൽ, ഇല്ലെങ്കിൽ ഈ ബ്രേസിൻ്റെ ഈ കട്ടിങ് ചെയ്യുമ്പോൾ, ബ്രേസിൻ്റെ ഇവിടുത്തെ ഈ കട്ടിങ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുകയോ കുറയോ ചെയ്താൽ സൈറ്റിൽ ഈ ഗസറ്റ് ഇങ്ങനെ കോളത്തിനൊപ്പം വെൽഡ് ചെയ്തിരിക്കും. ഈ ബ്രേസും കൊണ്ടൊന്ന് വെക്കാൻ നോക്കുമ്പോൾ ഈ ഹോളുകൾ നമ്മൾ മാച്ച് ആവാതിരിക്കും. ഇത് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ, കട്ടിങ് ഇച്ചിരി കൂടിപ്പോയി, അല്ലെങ്കിൽ ഗസറ്റ് ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആസ് എ ഡീറ്റെയിലർ നമ്മൾ ഇറക്ഷൻ ക്ലിയറൻസ്, വി ഹാവ് ടു കൺഫേം ദ ഇറക്ഷൻ ക്ലിയറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു മാക്സിമം 10 ഇറക്ഷൻ ക്ലിയറൻസും കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗസറ്റിൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. ഗസറ്റിൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് ബ്രേസ് കണക്ഷൻ എന്ന് പറഞ്ഞ ടാബിൽ പോവാം. ഇതുണ്ട്, ഇതാ കട്ടിങ്, ഈ കട്ടിങ് ആണ് ആ കാണുന്നത്. ഇവിടുത്തെ ഈ ബ്രേസിൻ്റെ ഈ കട്ടിങ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ നമുക്കൊരു 10 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കാം. മോഡിഫൈ. ഇപ്പോൾ അതേ അവിടെ കട്ടിങ് വന്ന് കിടക്കുന്നുണ്ടോ? ഇനി ഇപ്പുറത്തെ ക്ലാഷ് മാറ്റണം നമുക്ക്. ഇവിടെ ഈ ക്ലാഷ് മാറ്റാനായിട്ട് ഇവിടെ ഇതൊരു നമ്മൾ റഫ് വാല്യൂ ഇട്ട് നോക്കുവാണ് കേട്ടോ. 2575 എന്ന് പറഞ്ഞ് കൊടുത്തു, മോഡിഫൈ ചെയ്തു. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീഡ്രോ ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ. 25 mm ഡിസ്റ്റൻസ് 75 ഡിഗ്രി കട്ട് ചെയ്യുക. അതാണ് ഞാൻ കൊടുത്തത്. 25 mm ഡിസ്റ്റൻസ് 75 ഡിഗ്രി കട്ട് ചെയ്യുക എന്ന് ഞാൻ കൊടുത്തു. ഇതുണ്ട്. ഇപ്പോൾ അവിടെ ക്ലാഷ് പോയതുണ്ടോ? ഇതേപോലെ തന്നെ ഇനി ഓപ്പോസിറ്റ് എൻഡും ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓപ്പോസിറ്റ് എൻഡ് നോക്കിയാൽ ഇവിടെ ഈ കട്ടിങ് നമുക്ക് എന്തായാലും കൊടുക്കണം, ഗ്യാപ്പ്, ഇറക്ഷൻ ഗ്യാപ്പ് നമുക്ക് കൊടുക്കണം. ഇവിടെ ഓൾറെഡി ഒരു ഡിഫോൾട്ട് കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാഷ് ഇല്ല, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. പക്ഷേ അത് കൊടുക്കണം. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇവിടെ ഇവർക്ക് കട്ട് ചെയ്യണം. അപ്പോൾ രണ്ടും 2 കട്ടിങ് ആവാതെ, 2 എൻഡിലും 2 ടൈപ്പ് കട്ടിങ് ആവാതിരിക്കാൻ എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ താഴെ കൊടുത്തതുപോലെ അതേ വാല്യൂവിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫാബ്രിക്കേഷൻ ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗസറ്റിൻ്റെ പ്രോപ്പർട്ടി എടുത്തു, 10 കൊടുത്തു. ഇവിടെ നമ്മൾ എത്ര കൊടുത്തത്? 2575 മോഡിഫൈ ചെയ്യാം. റീഡർ ഇപ്പോൾ വന്നില്ലേ?